Next നമുക്ക് problems നോക്കാം. Okay. First question, sum of eigenvalues of the matrix 1, 1, 3, 1, 5, 1, 3, 1, 1 is. Okay, അപ്പോൾ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ആ മെട്രിക്സിന്റെ സം ഓഫ് ഐഗൻ വാല്യൂസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഓഫ് 5, 7, 9, 18. ഓക്കെ, ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ ഒരു നോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, എന്തായിരുന്നു പ്രോപ്പർട്ടി? അതായത് സം ഓഫ് ഐഗൻ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ട്രേസ് ഓഫ് എ. ട്രേസ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേസ് ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ഡയഗണൽ എലമെന്റ്സ്. ഓക്കെ, അപ്പൊ സം ഓഫ് ഐഗൻ വാല്യൂസ് ഈക്വൽ ടു സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് 1 plus 5 plus 1, that is 7. Okay, ഇത് important property ആണ് കേട്ടോ. സം ഓഫ് ഐഗൻ വാല്യൂസ് ഓഫ് എ മെട്രിക്സ് ഈക്വൽ ടു സം ഓഫ് ഡയഗണൽ എലമെന്റ്സ്. അപ്പൊ 7 കിട്ടും ആൻസർ. Next problem നോക്കൂ. If 1 minus 1 0 are eigenvalues of the matrix A, then determinant of I plus A raised to 100 is. Okay, അപ്പോൾ ഒരു മെട്രിക്സിന്റെ eigen values തന്നിട്ടുണ്ട്. 1 minus 1 0 എന്നുള്ള eigen values തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ determinant of I plus A raised to 100 എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മളിവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം, ഡിറ്റർമിനന്റ് കണ്ടു കഴിഞ്ഞാൽ ഐഗൻ വാല്യൂസിന്റെ പ്രോബ്ലത്തിൽ ഡിറ്റർമിനന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോപ്പർട്ടി അപ്പൊ തന്നെ ഓർമ്മ വരും. എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് എ ഗിവൻ മെട്രിക്സ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദി ഐഗൻ വാല്യൂസ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ I plus A raised to 100 എന്നുള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? I plus A raised to 100 എന്നുള്ള ആ മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ പ്രോഡക്റ്റ് കണ്ടാൽ മതി അല്ലെ. അപ്പൊ അതിന്റെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഹിന്റ് എന്താണ്? ഐഗൻ വാല്യൂസ് ഓഫ് എ തന്നിട്ടുണ്ട് അല്ലെ. ഐഗൻ വാല്യൂസ് ഓഫ് എ തന്നിട്ടുണ്ടെങ്കിൽ ഐഗൻ വാല്യൂസ് ഓഫ് എ റേസ്ഡ് 100 നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം നമ്മുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് അല്ലെ. 1 ഐഗൻ വാല്യൂ ആണെങ്കിൽ 1 റേസ്ഡ് 100, that is 1. -1 ഐഗൻ വാല്യൂ ആണെങ്കിൽ -1 റേസ്ഡ് 100, that is 1. 0 ഐഗൻ വാല്യൂ ആണെങ്കിൽ 0 റേസ്ഡ് 100, അതായത് 0. അപ്പോൾ 1, 1, 0 എന്നുള്ള 3 ഐഗൻ വാല്യൂസ് ആണ് നമുക്ക് എന്ത് കിട്ടുക? എ റേസ്ഡ് 100ന്റെ ഐഗൻ വാല്യൂസ് ആയിട്ട് കിട്ടുക. ഓക്കെ, ഇനി ഐഗൻ വാല്യൂസ് ഓഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് 1, 1, 1 എന്നുള്ള 3 ഐഗൻ വാല്യൂസ് ആണ് എന്ത് വരിക? ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് ആയിട്ട് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഐഗൻ വാല്യൂസ് ഓഫ് ഐ പ്ലസ് എ റേസ്ഡ് 100 എന്നുള്ളത് എന്ത് വരും? I plus A raised 100 എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് രണ്ടും കൂടി ജസ്റ്റ് ആഡ് ചെയ്യും അല്ലേ. 2, 2, 1. ഓക്കെ, അപ്പൊ I plus A raised 100ന്റെ ഐഗൻ വാല്യൂസ് 2, 2, 1 ആണ്. സോ അതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദ ഐഗൻ വാല്യൂസ്, ദാറ്റ് ഈസ് 2 into 2 into 1. ആൻസർ എന്ത് കിട്ടും? 4 കിട്ടും. ഓക്കെ, അപ്പൊ എപ്പോഴും ഓർത്ത് വെച്ചോളൂ, ഐഗൻ വാല്യൂസ് എന്നുള്ള ക്വസ്റ്റ്യനിലെ ഡിറ്റർമിനന്റ് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഓർത്ത് വെച്ചോളൂ അതിന്റെ പ്രോഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ് ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കുക, ദെൻ അതിന്റെ പ്രോഡക്റ്റ് നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡിറ്റർമിനന്റ് ഓഫ് ദി ഗിവൺ മെട്രിക്സ് കിട്ടും. ഓക്കെ, ദ നെക്സ്റ്റ് പ്രോബ്ലം. The next one, eigenvalues of the matrix 3 minus 1 minus 1 minus 1 3 minus 1 minus 1 minus 1 3 are. ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, അതിന്റെ ഐഗൻ വാല്യൂസ് ഏതാ? ഇത് തന്നിട്ടുള്ളതിൽ ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. 1, 1, 1, 1, 1, 2, 1, 4, 4, 1, 2, 4. ഇതിൽ ഏതാണ് ഐഗൻ വാല്യൂസ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഇറ്റ് ഈസ്, ഇത് 3/3 മെട്രിക്സ് അല്ലേ. അപ്പോൾ ലാംഡ ക്യൂബ് മൈനസ് S1 ലാംഡ സ്ക്വയർ പ്ലസ് S2 ലാംഡ മൈനസ് S3 കേട്ടോ. ഇവിടെ മൈനസ് S3 ഈക്വൽ ടു 0. ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് പോസിറ്റീവ് നെഗറ്റീവ് സൈൻ വരിക. ലാംഡ ക്യൂബ് മൈനസ് S1 ലാംഡ സ്ക്വയർ പ്ലസ് S2 ലാംഡ മൈനസ് S3 ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ നോക്കൂ, S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സം ഓഫ് ഡയഗണൽ എലമെന്റ്സ്. എന്ത് വരും? 3 plus 3 plus 3, that is 9. S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൈനേഴ്സിന്റെ സം അല്ലെ. സം ഓഫ് മൈനേഴ്സ്. മൈനേഴ്സിന്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഡയഗണൽ എലമെന്റ്സിന്റെ മൈനേഴ്സ് വരും. അപ്പൊ ഇവിടെ എന്ത് വരും? ആദ്യത്തെ ഈ 2/2 ഡിറ്റർമിനന്റ്. ഓക്കെ, അപ്പൊ അറിയാത്തവർ ശ്രദ്ധിക്കുക, മൈനേഴ്സിന്റെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ഈ ഫസ്റ്റിലെ 2/2 ഡിറ്റർമിനന്റ്, അതായത് determinant 3 minus 1 minus 1 3. ഓക്കെ, ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റിന്റെ വാല്യൂ പ്ലസ് അടുത്ത എന്ത് വരും? പ്ലസ് ഈ ഫസ്റ്റ് 2/2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് പ്ലസ് എന്താണ് നെക്സ്റ്റ്? ഈ 2/2, ഈ ലാസ്റ്റിലെ ഈ 2/2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഏതാ? 3 minus 1 minus 1 3 എന്നുള്ള ഈ ലാസ്റ്റിലെ ഈ 2/2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് പ്ലസ് ഒരെണ്ണം കൂടെ വരും അല്ലെ. ഒരു 2/2 ഡിറ്റർമിനന്റ് വരും. ഏതൊക്കെയാണ് ഈ എൻഡ് പോയിന്റ്സ്? ഏതൊക്കെയാണ്? ഡിറ്റർമിനന്റ് 3 minus 1
-1 3. ഓക്കെ, ഏതൊക്കെയാണ് ഡിറ്റർമിനന്റ് 3 -1 -1 3. അങ്ങനെ ഈ 3 2x2 മെട്രിക്സുകളുടെ ഡിറ്റർമിനന്റ് സം ആണ് സം ഓഫ് മൈനേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ മെട്രിക്സിന്റെ ഈ എലമെന്റ്, ഈ 3 എന്ന് പറയുന്ന എലമെന്റിന്റെ മൈനർ ആണ് ഈ ഡിറ്റർമിനന്റ് 3 -1 -1 3 എന്ന് പറയുന്ന ഈ ഡിറ്റർമിനന്റ്. ഈ പറയുന്ന ഈ മിഡിലുള്ള ഈ 3 ഡയഗണൽ എലമെന്റ്സിലെ ഈ 3യുടെ എന്താണ് മൈനർ ആണ് ഈ എൻ പോയിന്റ്സ് വരിക 3 -1 -1 3 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റിൽ ഡയഗണൽ എലമെന്റ്സിലെ ലാസ്റ്റിലുള്ള ഈ 3യുടെ മൈനർ ആണ് ഫസ്റ്റിൽ ആ 2x2 ഡിറ്റർമിനന്റ് 3 -1 -1 3 എന്ന് പറയുന്ന ഡിറ്റർമിനന്റ് വരിക. അപ്പൊ നമുക്ക് മൂന്നിന്റെയും വാല്യൂ 8 + 8 ആണ് 24 കിട്ടും. ഇനി S3 എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് ദി ഗിവൺ മെട്രിക്സ്. ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നമുക്ക് ചെയ്യാൻ അറിയാവുന്നതാണ് അല്ലെ. ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക, ഈക്വൽ ടു 16 കിട്ടി. Then ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, λ³ -9 λ² + 24 λ -16 = 0 ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലാംഡയുടെ വാല്യൂസ് കണ്ടുപിടിക്കുക, സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ക്യൂബിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്കറിയാം, ആദ്യം ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ചെയ്യാം. λ = 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 - 9 + 24 - 16 = 0. അപ്പൊ നമുക്ക് = 0 എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടും? λ = 1 ഈസ് എ സൊല്യൂഷൻ. ദെൻ ആ 1 കൊണ്ട് ഈ ഇക്വേഷനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റൂട്ട്സ് ആയിട്ട് നമുക്ക് 4 എന്ന് കിട്ടും. ഇത് ഡയറക്റ്റ് മെത്തേഡാണ്. പക്ഷെ ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ്. ഇതല്ലാതെ നമുക്ക് എളുപ്പത്തിൽ ഈ മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? നമ്മൾ പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടി നോക്കൂ. എന്താണ്? സം ഓഫ് eigen values equal to sum of eigen values എന്താണ്? sum of diagonal elements. ഇവിടെ diagonal elements ന്റെ സം എന്താ വരിക? 3 + 3 + 3 എന്ന് പറയുമ്പോൾ 9 ആ വരിക അല്ലെ. 6 + 3 9 കിട്ടും. അപ്പൊ eigen values ന്റെ സമ്മും എന്ത് തന്നെ ആയിരിക്കണം? 9 തന്നെ ആയിരിക്കും. അപ്പൊ ഇതിലുള്ള 4 eigen valuesൽ ഏത് eigen values ന്റെ സം ആണ് 9 വരുന്നത് നോക്കിയാൽ മതി. ഇവിടെ നോക്കൂ 1 1 1 3 ആ വരുന്നുള്ളൂ. ഇവിടെ നോക്കൂ എന്താണ്? 1 + 1 + 2 4 ആ വരുന്നുള്ളൂ അല്ലെ. ഇവിടെ എന്താണ്? 1 + 4 + 4 അല്ലെ 9 വരുന്നുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് 1 + 2 + 4 7 വരുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ഐഗൻ വാല്യൂ ഏതായിരിക്കും? സം ഓഫ് ഐഗൻ വാല്യൂസ് എന്നുള്ളത് നമുക്ക് 9 ആണ് കിട്ടുന്നത്. അതായത് 1 4 4 എന്നുള്ള ഐഗൻ വാല്യൂ ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരും. ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ വരിക. സം ഓഫ് ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആണ്. സോ ഇവിടെ സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് 9 ആണ്. സോ ഇതിലെ ഏത് ഐഗൻ വാല്യൂസിന്റെ സം ആണോ 9 വരുന്നത്? സി ആണ് അല്ലെ. അപ്പൊ അതാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. ലെറ്റ് എ ബി എ 3x3 matrix with eigenvalues 1 -1 and 3. എ എന്ന് പറയുന്നത് ഒരു 3x3 matrix ആണ്. വിത്ത് അതിന്റെ ഐഗൻ വാല്യൂസ് തന്നിരിക്കുന്നത് 1 -1 and 3. ദെൻ ഇതിൽ ഏത് മെട്രിക്സ് ആണ് നോൺ സിംഗുലർ ആണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. a² + a ആണോ, a² - a ആണോ, a² - 3a ആണോ, a² + 3a ആണോ നോൺ സിംഗുലർ ആണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, നമുക്കറിയാം ഒരു മെട്രിക്സ് നോൺ സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 അല്ലെ. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആയിട്ടുള്ള മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ സിംഗുലാർ എന്ന് പറയുന്നത്. ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ അതിനെ സിംഗുലാർ മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഏത് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ് നോട്ട് ഈക്വൽ ടു 0 എന്ന് കണ്ടാൽ മതി. അപ്പൊ നോക്കാം, നമുക്ക് ഐഗൻ വാല്യൂസും ഡിറ്റർമിനന്റും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. എന്താണ്? ഐഗൻ വാല്യൂസിന്റെ പ്രോഡക്റ്റ് ആണ് ഡിറ്റർമിനന്റ് അല്ലെ. പ്രോഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ് ആണ് നമ്മൾ ഡിറ്റർമിനന്റ് ഓഫ് ദി ഗിവൺ മെട്രിക്സ് ആയിട്ട് നമ്മൾ എഴുതാറുള്ളത്. അപ്പൊ ഇവിടെ നോക്കാം, നമുക്ക് ഓരോ മെട്രിക്സിന്റെയും ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നോക്കൂ, ആദ്യം a² + a ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ എയുടെ ഐഗൻ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. ഏതാണ്? 1 -1 3 ആണ് എയുടെ ഐഗൻ വാല്യൂസ്. ദെൻ ഐഗൻ വാല്യൂസ് ഓഫ് a² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സ്ക്വയേഴ്സ് വരും അല്ലെ. 1 -1 ന്റെ സ്ക്വയർ -1² 1 3 യുടെ സ്ക്വയർ 9. അപ്പം a² ന്റെ ഐഗൻ വാല്യൂസ് 1 1 9 വരും. ഇനി ഐഗൻ വാല്യൂസ് ഓഫ് a² + a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി അല്ലെ. 1 + 1 2 1 + -1 0 9 + 3 ചെയ്യുമ്പോൾ 12 കിട്ടും. അപ്പൊ ഐഗൻ വാല്യൂസ് ഓഫ് a² + a എന്താണ്? 2 0 12 ആണ്. സോ ഐഗൻ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. ഡിറ്റർമിനന്റ് ഓഫ് a² + a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ്, ദാറ്റ് ഈസ് 2 × 0 × 12 അല്ലെ. 0 × 12. ഓക്കെ, ഇവിടെ 12 ആണ്. 2 × 0 × 12. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് കിട്ടും? ആൻസർ 0 കിട്ടും. ഓക്കെ, 2 × 0 × 12 that's equal to 0. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് a² + a എന്ന് പറയുന്നത് 0 ആണ്. അതിന്റെ മീനിങ് എന്താണ്? a²
a square plus a is singular. അത് നോൺ സിംഗുലർ അല്ല, സിംഗുലർ ആണെന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് മെട്രിക്സ് നോക്കൂ, a square minus a. ഇവിടെ നമുക്ക് a സ്ക്വയറിന്റെ ഐഗൺ വാല്യൂസ് നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, 119 ആണ്. a യുടെ ഐഗൺ വാല്യൂസ് 1 minus 1 3 ആണ്. സോ a square minus a യുടെ ഐഗൺ വാല്യൂസ് പറയുമ്പോൾ ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക അല്ലേ. അപ്പോൾ 1 minus 1 0, 1 minus minus 1, അപ്പോൾ 1 plus 1 വരും 2, 9 minus 3 that is 6. അപ്പോൾ 0 2 6 എന്നുള്ള 3 ഐഗൺ വാല്യൂസ് കിട്ടും. Then determinant of a square minus a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതിന്റെ പ്രോഡക്റ്റ് അല്ലെ. 0 into 2 into 6 എന്ത് വരും, ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് a square minus a is സിംഗുലാർ എന്ന് കിട്ടും അല്ലെ. ഡിറ്റർമിനന്റ് 0 ആണ്. സോ ആ മെട്രിക്സ് നമുക്ക് എന്താന്ന് കിട്ടും, സിംഗുലാർ മെട്രിക്സ് ആണെന്ന് കിട്ടും. ഇനി നോക്കൂ, നെക്സ്റ്റ് നോക്കൂ, a square minus 3a. a square minus 3a എന്ന് പറയുമ്പോൾ a സ്ക്വയറിന്റെ ഐഗൺ വാല്യൂസ് നമുക്കറിയാം 119 ആണ്. ഇനി 3a യുടെ ഐഗൺ വാല്യൂസ് എന്താണ്, a യുടെ ഐഗൺ വാല്യൂസ് 1 minus 1 3 ആണ്. അപ്പൊ 3a യുടെ ഐഗൺ വാല്യൂസ് എന്താണ്, 3 into 1 3, 3 into minus 1 minus 3, 3 into 3 9. അപ്പൊ ഐഗൺ വാല്യൂസ് ഓഫ് 3a എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും, 3 minus 3 9 എന്നുള്ള 3 വാല്യൂസ് കിട്ടും. ദെൻ ഐഗൺ വാല്യൂസ് ഓഫ് a square minus 3a ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. 1 minus 3 എന്താണ്, minus 2, 1 minus minus 3 that is 4, 9 minus 9 0, അതിലും 0 വന്നു അല്ലെ. അപ്പൊ ഡിറ്റർമിനന്റ് a square minus 3a ചെയ്യുമ്പോൾ ഇതിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 0 കിട്ടും. സോ ദാറ്റ് മെട്രിക്സ് ഈസ് ഓൾസോ സിംഗുലാർ. ഇനി ലാസ്റ്റ് വൺ എന്താണ്, a square plus 3a. a square plus 3a ചെയ്യുമ്പോൾ a സ്ക്വയറിന്റെ ഐഗൺ വാല്യൂസും 3a യുടെ ഐഗൺ വാല്യൂസും നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്യുക. 1 plus 3 4, 1 plus minus 3 that is minus 2, 9 plus 9 18. Okay, അപ്പൊ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുമ്പോൾ ഡിറ്റർമിനന്റ് a square minus 3a is 4 into minus 2 into 18 അല്ലെ. 4 into minus 2 into 18. ഇതിന്റെ വാല്യൂ നോക്കൂ, ഈക്വൽ ടു 0 വരുമോ, അല്ലെ. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അതെന്താവില്ല, 0 ആവില്ല. സോ നമുക്ക് എന്ത് പറയാം, ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ദാറ്റ് മെട്രിക്സ് ഈസ് നോൺ സിംഗുലർ. സോ a square plus 3a എന്നുള്ളത് നോൺ സിംഗുലർ വരും. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. The eigenvalues of a raised to 4 plus 3a minus 2i where a equal to 1 1 1 0 2 1 0 0 3 is. Eigenvalues of a raised to 4 plus 3a minus 2. ഈ മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് ആണ് കണ്ടുപിടിക്കുന്നത്. a എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട് 1 1 1 0 2 1 0 0 3. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോന്നിനെ കണ്ടുപിടിക്കുക. ആദ്യം a യുടെ ഐഗൻ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. നോക്കൂ, ഈ മെട്രിക്സിന്റെ ഒരു പ്രത്യേകത നോക്കൂ, നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട് അല്ലെ. നോക്കൂ, എന്താണ് വരിക, ഈ മെട്രിക്സ് എന്താണ്, this is an upper triangular matrix അല്ലെ. upper triangular matrix ആണ്. നമുക്ക് ഡയഗണൽ എലമെന്റ്സിന് താഴെയുള്ള എലമെന്റ്സ് എല്ലാം എന്താണ്, 0 ആണ്. ഓക്കെ, അപ്പൊ ഇത് ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് എന്താണ്, ഇസ് ഡയഗണൽ എലമെന്റ്സ് ആണ്. ഓക്കെ, അപ്പം a എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് എന്ത് കിട്ടും, 1 2 3. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ഡയഗണൽ എലമെന്റ്സിന് താഴെയുള്ള എലമെന്റ്സ് 0 ആണെങ്കിൽ അതൊരു ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഡയഗണൽ എലമെന്റ്സിന് മുകളിലുള്ള ഈ 3 എലമെന്റ്സ് 0 ആണെങ്കിൽ എന്തായിരിക്കും, അതും ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കേസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡയഗണൽ എലമെന്റ്സ് ആയിരിക്കും അതിന്റെ ഐഗൺ വാല്യൂസ്. നമ്മൾ പ്രോപ്പർട്ടിയിൽ നേരത്തെ പറഞ്ഞതാണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കുക, ഐഗൺ വാല്യൂസ് ഓഫ് a എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടും, 1 2 3 ആണ് ഐഗൺ വാല്യൂസ് ഓഫ് a എന്നിട്ട്. ഇനി ഇതിൽ ഓരോന്നും കണ്ടുപിടിക്കാലോ. അപ്പൊ a raised to 4 ന്റെ ഐഗൺ വാല്യൂസ് എന്തായിരിക്കും, ഇതിന്റെ എല്ലാം raised to 4 ചെയ്യാം. അപ്പൊ 1 2 raised to 4 16, 3 raised to 4 81. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 1 16 81. ഇനി ഐഗൺ വാല്യൂസ് ഓഫ് 3a. 3a യുടെ ഐഗൺ വാല്യൂസ് എന്താണ്, 3 into ഐഗൺ വാല്യൂസ് ഓഫ് a. അപ്പൊ 3 6 9 അല്ലെ. 1 2 3 നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 6 9 കിട്ടും. ഇനി നമുക്കറിയാം ഐഗൺ വാല്യൂസ് ഓഫ് i. ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, 1 1 1 ആണ് അല്ലെ. ഐഡന്റിറ്റി മെട്രിക്സ് പറഞ്ഞാൽ എന്താണ്, ഡയഗണൽ എലമെന്റ്സ് മാത്രം 1, ബാക്കിയെല്ലാം സീറോസ് ആണ് ഐഡന്റിറ്റി മെട്രിക്സ്. ഓക്കെ, അതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണൽ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് നമുക്കറിയാം എന്താണ്, ഡയഗണൽ എലമെന്റ്സ് ആണ്. അപ്പം ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് 1 1 1 ആണ്. അപ്പം ഇതൊരു 3x3 മെട്രിക്സ് ആണ്. അപ്പം 1 1 1 വരും. 2i ആയതുകൊണ്ട് അതിന്റെ ഐഗൺ വാല്യൂസ് എന്ത് വരും, 2 into 1 അതായത് 2 2 2 വരും. ഓക്കെ, then ഐഗൺ വാല്യൂസ് ഓഫ് a raised to 4 plus 3a minus 2i എന്ത് ചെയ്യാ, 1 plus 3 minus 2. അപ്പം 4 minus 2 2, 16 plus 6 minus 2 that is 22 minus 2 20, 81 plus 9 minus 2 90 minus 2 88. അപ്പൊ 2 20 88 എന്നുള്ള ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, the next question നോക്കൂ. let a is equal to a minus 1 4 0 b 7 0 0 3.
If the sum and product of eigenvalues of A is 10 and 30 respectively, then value of A square plus B square is. നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഈ മെട്രിക്സിന്റെ പ്രത്യേകത എന്താണ്? ഇതൊരു ട്രയാങ്കുലർ മെട്രിക്സ് ആണ് അല്ലെ. ഡയഗണൽ എലമെന്റ്സിനുള്ള എലമെന്റ്സ് എല്ലാം താഴെയുള്ള എലമെന്റ്സ് എല്ലാം സീറോസ് ആണ്. ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. പിന്നെ ഒരു ഡാറ്റയും കൂടെ തന്നിട്ടുണ്ട്. എന്താണ്? സം ഓഫ് ദി ഐഗൺ വാല്യൂ ഈക്വൽ ടു 10, പ്രോഡക്റ്റ് ഓഫ് ദി ഐഗൺ വാല്യൂസ് ഈക്വൽ ടു 13 തന്നിട്ടുണ്ട്. ദെൻ വാല്യൂ ഓഫ് A സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ A സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന്റെ ഐഗൺ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കും, സം ഓഫ് ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? A പ്ലസ് ബി പ്ലസ് 3 ഈക്വൽ ടു 10 എന്ന് എഴുതാം അല്ലെ. സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് A പ്ലസ് ബി പ്ലസ് 3 ഈക്വൽ ടു 10, അതായത് A പ്ലസ് ബി ഈക്വൽ ടു 7 എന്ന് കിട്ടും നമുക്ക്. ഇനി അടുത്തത് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദി ഐഗൺ വാല്യൂസ് ഈക്വൽ ടു 30. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 3 ഇൻറ്റു എ ബി അല്ലെ. എ ബി 3 ആണ് 3 ഡയഗണൽ എലമെന്റ്സ്, അതാണ് അതിന്റെ ഐഗൺ വാല്യൂസ് വരിക. കാരണം ഇതൊരു ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇസ് ഡയഗണൽ എലമെന്റ്സ് ആണ്. അപ്പൊ എ ബി 3 എന്നുള്ള ഈ 3 വാല്യൂസ് ആയിരിക്കും അതിന്റെ ഐഗൺ വാല്യൂസ് വരിക. അപ്പൊ പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാൽ 3ab ഈക്വൽ ടു 30, ദാറ്റ് ഈസ് എ ബി ഈക്വൽ ടു എന്താണ്? 10 കിട്ടും. നമുക്ക് കിട്ടേണ്ടതാണ് A സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. നമ്മുടെ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ നോക്കാം. എന്താണ്? A പ്ലസ് ബി ഹോൾ സ്ക്വയർ നമുക്കറിയാം A സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab അല്ലെ. അപ്പം ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടണം. A സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്നുള്ള ഈ വാല്യൂ നമുക്ക് കിട്ടണം. ഇനി നോക്കൂ, A പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? A പ്ലസ് ബി എന്ന് പറയുന്നത് 7 ആണ്. 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49. അപ്പം A സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ഈക്വൽ ടു 49. ഇനി എ ബിയുടെ വാല്യൂ നമുക്കറിയാം എന്താണ്? 10 ആണ് അല്ലെ. അപ്പൊ 2ab എന്നുള്ളത് 2 ഇൻറ്റു 10 20 വരും. അപ്പൊ A സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 49 മൈനസ് 20, ദാറ്റ് ഈസ് 29 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷനിലെ A പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ വാല്യൂ നമുക്കറിയാം 49 വരും. 7 സ്ക്വയർ എന്ന് പറയുമ്പോൾ 49 വരും. എ ബിയുടെ വാല്യൂ 10 ആണ്. അപ്പൊ 2 ഇൻറ്റു 10 പറയുമ്പോൾ 20 വരും. അപ്പൊ 49 മൈനസ് 20 ആണ് A സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ദാറ്റ് ഈസ് 29. ഓപ്ഷൻ എ. നെക്സ്റ്റ് നോക്കൂ, the minimum eigenvalue of the matrix 3, 5, 2, 5, 12, 7, 2, 7, 5 is. ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, 3x3 മെട്രിക്സ്. ഇതിന്റെ മിനിമം ഐഗൺ വാല്യൂ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 1, 0, 2, 4 എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ മിനിമം ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ഐഗൺ വാല്യൂ കണ്ടുപിടിക്കേണ്ടി വരും. അല്ലെങ്കിൽ നോക്കാം, നമുക്ക് ഇതിലെ പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് നോക്കാം. അതായത് പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഇറ്റ് ഈസ് ദ ഡിറ്റർമിനന്റ് ഓഫ് ദി ഗിവൺ മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ കുറെ ക്ലാസ്സിൽ ഡിറ്റർമിനന്റ് ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല. ഡിറ്റർമിനന്റ് ഓഫ് ദിസ് മെട്രിക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈക്വൽ ടു 0 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0. നമുക്കറിയാം ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദി ഐഗൺ വാല്യൂസ് ആണ്. ഓക്കെ, അപ്പൊ ഡിറ്റർമിനന്റ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദി ഐഗൺ വാല്യൂസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ ഐഗൺ വാല്യൂസിന്റെ പ്രോഡക്റ്റ് 0 ആവണമെങ്കിൽ അതിലേതെങ്കിലും ഒരു ഐഗൺ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം അല്ലെ. ഏതെങ്കിലും ഒരു ഐഗൺ വാല്യൂ 0 ആണെങ്കിലാണ് പ്രോഡക്റ്റ് എന്താവുള്ളൂ? 0 ആവുള്ളൂ. ഓക്കെ, അപ്പൊ 0 എന്നുള്ളത് എന്തായിരിക്കും? ഈ മെട്രിക്സിന്റെ മസ്റ്റ് ബി ഐഗൺ വാല്യൂ ഓഫ് ദി ഗിവൺ മെട്രിക്സ്. 0 മസ്റ്റ് ബി ദ ഐഗൺ വാല്യൂ ഓഫ് ഗിവൺ മെട്രിക്സ് അല്ലെ. 0 ഈ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ ആണെങ്കിൽ മാത്രമാണ് അതിന്റെ പ്രോഡക്റ്റ് നമുക്ക് എന്ത് വരുള്ളൂ? 0 വരുള്ളൂ. ഓക്കെ, അപ്പൊ 0 എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഐഗൺ വാല്യൂ ആണ്. സോ നമുക്ക് മിനിമം പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. മിനിമം ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ടു 0 കിട്ടും. നമുക്കറിയാം ഡിറ്റർമിനന്റ് ഓഫ് ദി മെട്രിക്സ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദി ഐഗൺ വാല്യൂസ് ആണ്. സോ പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് 0 ആവണമെങ്കിൽ എന്ത് വേണം? അതിലൊരു ഐഗൺ വാല്യൂ എന്നുള്ളത് എന്തായാലും 0 ആയിരിക്കണം അല്ലെ. അപ്പൊ മിനിമം ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് വരും? 0 ആയിട്ട് വരും. ഓപ്ഷൻ ബി ആണ് ആൻസർ കിട്ടുക. ഓക്കെ, next question നോക്കൂ. For the matrix 3 minus 2 2 0 minus 2 1 0 0 1 one of the eigenvalue is minus 2. Which of the following is the eigenvector? Okay, ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇത് എന്ത് മെട്രിക്സ് ആണ്? ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. സോ നമുക്ക് അപ്പൊ തന്നെ അതിന്റെ ഐഗൺ വാല്യൂസ് എടുത്ത് എഴുതാം. ഏതൊക്കെയാണ്? 3 minus 2 1 ആണ് അതിന്റെ ഐഗൺ വാല്യൂസ്. അവർ പറഞ്ഞിട്ടുണ്ട് വൺ ഓഫ് ദ ഐഗൺ വാല്യൂ is -2. ഒരു ഐഗൺ വാല്യൂ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? -2 ആണ് തന്നിട്ടുണ്ട്.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഐഗൻ വെക്ടർ. ഇതിൽ ഏതാണ് ആ മെട്രിക്സിന്റെ ഐഗൻ വെക്ടർ ആയിട്ട് വരാന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഐഗൻ വെക്ടറിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. ഐഗൻ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ നോൺ സീറോ വാല്യൂ ഓഫ് എക്സ് ഫോർ വിച്ച് ax ഈക്വൽ ടു ലാംഡ എക്സ് അല്ലെ. ax ഈക്വൽ ടു ലാംഡ എക്സ് ആവുന്ന എക്സിന്റെ നോൺ സീറോ വാല്യൂസിനെ നമ്മൾ ഐഗൻ വെക്ടർ എന്ന് പറയുന്നത്. ഇവിടെ ലാംഡയുടെ വാല്യൂ എന്താണ്? ഐഗൻ വാല്യൂ -2 അല്ലെ. അപ്പൊ ax ഈക്വൽ ടു -2x എന്നുള്ള ഫോമില് ഇതിൽ ഏത് മെട്രിക്സിനെയാണോ ax ഈക്വൽ ടു -2x എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുന്നത് അതായിരിക്കും അതിന്റെ ഐഗൻ വെക്ടർ. മനസ്സിലായോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഐഗൻ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നോൺ സീറോ വാല്യൂസ് ഓഫ് എക്സ് ഫോർ വിച്ച് ax ഈക്വൽ ടു ലാംഡ എക്സ്. ax ഈക്വൽ ടു ലാംഡ എക്സ് എന്നുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ നോൺ സീറോ വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഗൻ വെക്ടർ എന്ന് പറയുന്നത്. ഇവിടെ ലാംഡയുടെ വാല്യൂ -2 ആണ്. അപ്പൊ ax ഈക്വൽ ടു -2x കിട്ടണം. അതായത് എക്സ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ള ഓരോ വെക്ടേഴ്സ് ആണ് എക്സ്. അപ്പൊ നമ്മൾ ax കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ a എന്ന് പറയുന്നത് ഗിവൻ മെട്രിക്സ്, എക്സ് എന്നുള്ളത് ഓരോ ഓപ്ഷനിലും എടുത്ത് ചെയ്ത് നോക്കുക. ഈക്വൽ ടു -2 into x എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓക്കെ, ഇവിടെ ആദ്യത്തെ നോക്കൂ, a into x. എക്സ് എന്നുള്ളത് ഫസ്റ്റ് ഓപ്ഷൻ 3 -2 1 മൾട്ടിപ്ലൈ ചെയ്യുക. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക? 3 into 3 പ്ലസ് -2 into -2 പ്ലസ് 2 into 1 മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ബേസിക് ആയിട്ടുള്ളതാണ്, നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. 3 into 3 9 പ്ലസ് -2 into -2 4 പ്ലസ് 2 into 1 അപ്പൊ ആൻസർ കിട്ടും 15 കിട്ടും. ഇനി അടുത്തത് എന്താണ്? 0 into 3 plus -2 into -2 plus 1 into 1 that is 1, that is answer of 5 കിട്ടും. ഇനി അടുത്ത് നോക്കൂ, 0 into 3 plus 0 into -2 plus 1 into 1 equal to 1. അപ്പൊ 15 5 1 എന്നുള്ളതാണ് ആൻസർ കിട്ടുക. ഇതിനെ നമുക്ക് -2 പുറത്തേക്ക് എടുത്തിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല അല്ലെ. -2 ഔട്ട് സൈഡ് എടുത്ത് -2 into 3 -2 1 എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ this is not an eigen vector. ഇതെന്തല്ല? ഐഗൻ വെക്ടർ അല്ല. ഓപ്ഷൻ എ തെറ്റാണെന്ന് കിട്ടും. ഇനി ഓപ്ഷൻ ബി നോക്കൂ, അതുപോലെ തന്നെ 3 -2 1 ഉള്ളിടത്ത് ഓപ്ഷൻ ബി നമുക്ക് എന്തെങ്കിലും 3 2 -1 3 2 -1 വെച്ചിട്ട് a into x മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ്? 3 -5 -1. ഇതിനെ നമുക്ക് ഏത് ഫോമിൽ എഴുതാൻ പറ്റില്ല? -2 into 3 2 -1 എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ എഴുതാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് നോട്ട് an ഐഗൻ വെക്ടർ. ഇനി അടുത്ത് നോക്കൂ, 3 -2 2 0 -2 1 0 0 1 into നെക്സ്റ്റ് x ഏതായിരുന്നു? 1 -2 3 മൾട്ടിപ്ലൈ ചെയ്യുക. ജസ്റ്റ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ്? 5 7 1. ഇതിനെ നമുക്ക് ഏത് ഫോമിൽ എഴുതാൻ പറ്റില്ല? -2 into 1 -2 3 എന്നുള്ള മെട്രിക്സ് ആയിട്ട് നമുക്ക് ഇതിനെയും എഴുതാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് നോട്ട് an ഐഗൻ വെക്ടർ. ഇനി ലാസ്റ്റ് ഓപ്ഷൻ നോക്കൂ, 3 -2 2 0 -2 1 0 0 1 into 2 5 0 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? -4 -10 0 എന്ന് കിട്ടുക അല്ലെ. ഇതിൽ നമുക്ക് -2 ഔട്ട് സൈഡ് എടുത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടാം? -2 ഔട്ട് സൈഡ് എടുത്ത് കഴിഞ്ഞാൽ മെട്രിക്സ് 2 5 0 അല്ലെ. -2 into given matrix x എന്ന് കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് ഇത് ഏത് ഫോമിൽ കിട്ടിയത്? a into x equal to ഇവിടെ a എന്നുള്ള മെട്രിക്സ്, ഇവിടെ x 2 5 0 a into x equal to നമുക്ക് എന്ത് കിട്ടി? -2 into x എന്നുള്ള നമുക്ക് റിലേഷൻ കിട്ടി അല്ലെ. a into x equal to -2x എന്നുള്ള ഈ റിലേഷൻ നമുക്ക് കിട്ടി. സോ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് ദ ഐഗൻ വെക്ടർ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരും. ഓക്കെ, next problem നോക്കൂ, if 1 -1 0 are eigen values of the matrix A, then determinant of I plus A raised to 100 is. Okay, അപ്പോൾ ഒരു മെട്രിക്സിന്റെ eigen values തന്നിട്ടുണ്ട് 1 -1 0 എന്നുള്ള eigen values തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ determinant of I plus A raised to 100 എന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മളിവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം, ഡിറ്റർമിനന്റ് കണ്ടു കഴിഞ്ഞാൽ ഐഗൻ വാല്യൂസിന്റെ പ്രോബ്ലത്തിൽ ഡിറ്റർമിനന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോപ്പർട്ടി അപ്പൊ തന്നെ ഓർമ്മ വരും. എന്താണ്? ഡിറ്റർമിനന്റ് ഓഫ് എ ഗിവൻ മെട്രിക്സ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദി ഐഗൻ വാല്യൂസ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ I plus A raised to 100 എന്നുള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? I plus A raised to 100 എന്നുള്ള ആ മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ പ്രോഡക്റ്റ് കണ്ടാൽ മതി അല്ലെ. അപ്പൊ അതിന്റെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഹിന്റ് എന്താണ്? ഐഗൻ വാല്യൂസ് ഓഫ് എ തന്നിട്ടുണ്ട് അല്ലെ. ഐഗൻ വാല്യൂസ് ഓഫ് എ തന്നിട്ടുണ്ടെങ്കിൽ ഐഗൻ വാല്യൂസ് ഓഫ് എ റേസ്ഡ് ടു 100 നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം നമ്മുടെ പ്രോപ്പർട്ടി വെച്ചിട്ട് അല്ലെ. 1 ഐഗൻ വാല്യൂ ആണെങ്കിൽ 1 റേസ്ഡ് ടു 100 ദാറ്റ് ഈസ് 1. -1 ഐഗൻ വാല്യൂ ആണെങ്കിൽ -1 റേസ്ഡ് ടു 100 ദാറ്റ് ഈസ് 1. 0 ഐഗൻ വാല്യൂ ആണെങ്കിൽ 0 റേസ്ഡ് ടു 100 അതായത് 0. അപ്പോൾ 1 1 0 എന്നുള്ള 3 ഐഗൻ വാല്യൂസ് ആണ് നമുക്ക് എന്ത് കിട്ടുക? എ റേസ്ഡ് ടു 100 ന്റെ ഐഗൻ വാല്യൂസ് ആയിട്ട് കിട്ടുക. ഓക്കെ, ഇനി ഐഗൻ വാല്യൂസ് ഓഫ് I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് 1 1 1 എന്നുള്ള 3 ഐഗൻ വാല്യൂസ് ആണ് എന്ത് വരിക ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് ആയിട്ട് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഐഗൻ വാല്യൂസ് ഓഫ് i പ്ലസ് a raised 100 എന്നുള്ളത് എന്ത് വരും i പ്ലസ് a raised 100 എന്ന് പറയുമ്പോൾ എന്താണ് ഇത് രണ്ടും കൂടി ജസ്റ്റ് ആഡ് ചെയ്യും അല്ലെ 2 2 1. ഓക്കെ, അപ്പൊ i പ്ലസ് a raised 100 ന്റെ ഐഗൻ വാല്യൂസ് 2 2 1 ആണ്. സോ അതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രോഡക്റ്റ് ഓഫ് ദ ഐഗൻ വാല്യൂസ് ദാറ്റ് ഈസ് 2 into 2 into 1. ആൻസർ എന്ത് കിട്ടും 4 കിട്ടും. ഓക്കെ, അപ്പൊ എപ്പോഴും ഓർത്ത് വെച്ചോളൂ ഐഗൻ വാല്യൂസ് എന്നുള്ള ക്വസ്റ്റ്യനിൽ ഡിറ്റർമിനന്റ് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഓർത്ത് വെച്ചോളൂ അതിന്റെ പ്രോഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ് ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കുക, ദെൻ അതിന്റെ പ്രോഡക്റ്റ് നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും ഡിറ്റർമിനന്റ് ഓഫ് ദി ഗിവൺ മെട്രിക്സ് കിട്ടും. ഓക്കെ, ദ നെക്സ്റ്റ് പ്രോബ്ലം. If is an eigenvector of the matrix 1 minus 1 0 minus 1 2 minus 1 0 minus 2 1 then its eigenvalue is. Okay, ഇവിടെ നമ്മൾ നേരത്തെ ഐഗൻ വെക്ടറിന്റെ പ്രോബ്ലം തന്നു അല്ലെ, അതെന്തായിരുന്നു മെട്രിക്സും ഐഗൻ വാല്യൂയും തന്നിട്ട് ഐഗൻ വെക്ടർ കണ്ടുപിടിക്കാനായിരുന്നു. ഇവിടെ നമുക്ക് ഓപ്പോസിറ്റ് ആവുന്നിരിക്കുന്നത് എന്താണ് ഐഗൻ വെക്ടർ തന്നിട്ടുണ്ട്, ഒരു മെട്രിക്സും തന്നിട്ടുണ്ട്, അതിന്റെ ഐഗൻ വെക്ടറും തന്നിട്ടുണ്ട്, ദെൻ അതിന്റെ കറസ്പോണ്ടിങ് ഐഗൻ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ ഐഗൻ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് ഫോർ വിച്ച് ax equal to lambda x. Okay, അപ്പൊ ax മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഈക്വൽ ടു ലാംഡ ഇൻറ്റു എക്സ് എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റണം. ആ ലാംഡയുടെ വാല്യൂ ആണ് ഐഗൻ വാല്യൂ ആയിട്ട് നമ്മൾ ഇവിടെ എടുത്ത് എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പം ax നോക്കൂ, a എന്നുള്ളത് ഗിവൺ മെട്രിക്സ്, x എന്നുള്ളത് ഗിവൺ ഐഗൻ വെക്ടർ, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് സെയിം വെക്ടറിന് കിട്ടിയത് അല്ലെ ax ഈക്വൽ ടു ഇവിടെ നമുക്ക് സെയിം 1 0 മൈനസ് 1 കിട്ടിയത്. സോ ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം ഈ മെട്രിക്സിനെ 1 into 1 0 minus 1 എഴുതാം അല്ലെ. 1 എന്ന് പറഞ്ഞാല് 1 into 1 0 minus 1. അപ്പൊ ഇത് ഏത് ഫോമിലായി ax equal to 1 into x. അപ്പൊ ലാംഡ ഈക്വൽ ടു എന്തായി ഇവിടെ ലാംഡ ഈക്വൽ ടു 1. സോ ഐഗൻ വാല്യൂ ഈസ് ലാംഡ ഈക്വൽ ടു 1. മനസ്സിലായോ? അപ്പൊ ax ഈക്വൽ ടു ax ന്റെ വാല്യൂ കണ്ടുപിടിക്കുക, ആ മെട്രിക്സിനെ നമുക്ക് ലാംഡ ഇൻറ്റു എക്സ് എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുവാണെങ്കിൽ ആ ലാംഡ അവിടെ എന്താ കിട്ടുന്നത് അതാണ് അതിന്റെ ഐഗൻ വാല്യൂ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 1 ആണ് ആൻസർ ഇട്ട് ഓപ്ഷൻ എ. ഇനി ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് കിട്ടിയത് മൾട്ടിപ്ലൈ ചെയ്തപ്പം 2 0 minus 2 ആണ് കിട്ടിയെന്ന് വിചാരിക്കുക. 2 0 minus 2 ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് 2 കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം അല്ലെ. 2 ഔട്ട് സൈഡ് എടുത്തിട്ട് അതിന് നമുക്ക് എങ്ങനെ എഴുതാം 2 into 1 0 minus 1 എഴുതാം. ഓക്കെ, അതായത് ax equal to 2x എന്നുള്ള ഫോമിലായി. സോ അവിടെ ഏതായിരിക്കും ലാംഡ ഈക്വൽ ടു എന്ത് കിട്ടും 2. അപ്പൊ അവിടെ ലാംഡ ഈക്വൽ ടു 2 ആയിരിക്കും ആൻസർ കിട്ടുക. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് ആൻസർ അപ്പൊ ഓപ്ഷൻ എ ഈക്വൽ ടു 1 ആണ് ഇവിടെ നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഐഗൻ വാല്യൂസ് ഓഫ് a raised to 4 plus 3a minus 2i where a equal to 1 1 1 0 2 1 0 0 3 is. ഐഗൻ വാല്യൂസ് ഓഫ് a raised to 4 plus 3a minus 2a. ഈ മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് ആണ് കണ്ടുപിടിക്കുന്നത്. a എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട് 1 1 1 0 2 1 0 0 3. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോന്നിനെ കണ്ടുപിടിക്കുക. ആദ്യം എയുടെ ഐഗൻ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. നോക്കൂ, ഈ മെട്രിക്സിന്റെ ഒരു പ്രത്യേകത നോക്കൂ, നമ്മൾ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട് അല്ലെ. നോക്കൂ എന്താണ് വരിക, ഈ മെട്രിക്സ് എന്താണ് ദിസ് is an upper triangular matrix അല്ലെ. upper triangular matrix ആണ്. നമുക്ക് ഡയഗണൽ എലമെന്റ്സിന് താഴെയുള്ള എലമെന്റ്സ് എല്ലാം എന്താണ് 0 ആണ്. ഓക്കെ, അപ്പൊ ഇത് ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് എന്താണ് ഇസ് ഡയഗണൽ എലമെന്റ്സ് ആണ്. ഓക്കെ, അപ്പം എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് എന്ത് കിട്ടും 1 2 3. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക ഡയഗണൽ എലമെന്റ്സിന് താഴെയുള്ള എലമെന്റ്സ് 0 ആണെങ്കിൽ അതൊരു ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഡയഗണൽ എലമെന്റ്സിന് മുകളിലുള്ള ഈ 3 എലമെന്റ്സ് 0 ആണെങ്കിൽ എന്തായിരിക്കും അതും ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കേസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡയഗണൽ എലമെന്റ്സ് ആയിരിക്കും അതിന്റെ ഐഗൻ വാല്യൂസ്. നമ്മൾ പ്രോപ്പർട്ടിയിൽ നേരത്തെ പറഞ്ഞതാണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കുക ഐഗൻ വാല്യൂസ് ഓഫ് എ എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടും 1 2 3 ആണ് ഐഗൻ വാല്യൂസ് ഓഫ് എ എന്നിട്ട്. ഇനി ഇതിൽ ഓരോന്നും കണ്ടുപിടിക്കാലോ. അപ്പൊ a raised to 4 ന്റെ ഐഗൻ വാല്യൂസ് എന്തായിരിക്കും ഇതിന്റെ എല്ലാം raised to 4 ചെയ്യാം. അപ്പൊ 1 2 raised to 4 16 3 raised to 4 81. അപ്പൊ നമുക്ക് എന്ത് കിട്ടും 1 16 81. ഇനി ഐഗൻ വാല്യൂസ് ഓഫ് 3a. 3a ഐഗൻ വാല്യൂസ് എന്താണ് 3 into ഐഗൻ വാല്യൂസ് ഓഫ് എ. അപ്പൊ 3 6 9 അല്ലെ. 1 2 3 നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 6 9 കിട്ടും. ഇനി നമുക്കറിയാം ഐഗൻ വാല്യൂസ് ഓഫ് ഐ ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് 1 1 1 ആണ് അല്ലെ. ഐഡന്റിറ്റി മെട്രിക്സ് പറഞ്ഞാൽ എന്താണ് ഡയഗണൽ എലമെന്റ്സ് മാത്രം 1 ബാക്കിയെല്ലാം സീറോസ് ആണ് ഐഡന്റിറ്റി മെട്രിക്സ്. ഓക്കെ, അതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണൽ മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസ് നമുക്കറിയാം എന്താണ് ഡയഗണൽ എലമെന്റ്സ് ആണ്. അപ്പം ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 1 1 1 ആണ്. അപ്പം ഇതൊരു 3 by 3 മെട്രിക്സ് ആണ്. അപ്പം
1 വരും. 2i ആയതുകൊണ്ട് അതിന്റെ ഐഗൺ വാല്യൂസ് എന്ത് വരും? 2 into 1, അതായത് 2 വരും. ഓക്കെ, then ഐഗൺ വാല്യൂസ് ഓഫ് a raised to 4 plus 3a minus 2i എന്ത് ചെയ്യാ? 1 plus 3 minus 2. 4 minus 2, 2. 16 plus 6 minus 2, that is 22 minus 2, 20. 81 plus 9 minus 2, 90 minus 2, 88. അപ്പോൾ 2, 20, 88 എന്നുള്ള ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, the next question നോക്കൂ. Let a is equal to a minus 1, 4, 0, b, 7, 0, 0, 3. If the sum and product of eigenvalues of a is 10 and 30 respectively, then value of a square plus b square is. നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഈ മെട്രിക്സിന്റെ പ്രത്യേകത എന്താണ്? ഇതൊരു ട്രയാങ്കുലർ മെട്രിക്സ് ആണ് അല്ലെ. ഡയഗണൽ എലമെന്റ്സിനുള്ള എലമെന്റ്സ് എല്ലാം, താഴെയുള്ള എലമെന്റ്സ് എല്ലാം സീറോസ് ആണ്. ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. പിന്നെ ഒരു ഡയറ്റം കൂടെ തന്നിട്ടുണ്ട്. എന്താണ്? സം ഓഫ് ദി ഐഗൺ വാല്യൂ ഈക്വൽ ടു 10, പ്രോഡക്റ്റ് ഓഫ് ദി ഐഗൺ വാല്യൂസ് ഈക്വൽ ടു 13 തന്നിട്ടുണ്ട്. ദെൻ വാല്യൂ ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ. സം ഓഫ് ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? a പ്ലസ് ബി പ്ലസ് 3 ഈക്വൽ ടു 10 എഴുതാം അല്ലെ. സം ഓഫ് ഡയഗണൽ എലമെന്റ്സ് a പ്ലസ് ബി പ്ലസ് 3 ഈക്വൽ ടു 10, അതായത് a പ്ലസ് ബി ഈക്വൽ ടു 7 എന്ന് കിട്ടും നമുക്ക്. ഇനി അടുത്തത് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദി ഐഗൺ വാല്യൂസ് ഈക്വൽ ടു 30. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3 into ab അല്ലെ. a b 3 ആണ് 3 ഡയഗണൽ എലമെന്റ്സ്, അതാണ് അതിന്റെ ഐഗൺ വാല്യൂസ് വരിക. കാരണം ഇതൊരു ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇസ് ഡയഗണൽ എലമെന്റ്സ് ആണ്. അപ്പൊ a b 3 എന്നുള്ള ഈ 3 വാല്യൂസ് ആയിരിക്കും അതിന്റെ ഐഗൺ വാല്യൂസ് വരിക. അപ്പൊ പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാൽ 3ab equal to 30, that is ab equal to എന്താണ്? 10 കിട്ടും. നമുക്ക് കിട്ടേണ്ടതാണ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. നമ്മുടെ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ നോക്കാം. എന്താണ്? a പ്ലസ് ബി ഹോൾ സ്ക്വയർ നമുക്കറിയാം a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab അല്ലെ. അപ്പം ഇതിന്റെ വാല്യൂ നമുക്ക് കിട്ടണം. a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്നുള്ള ഈ വാല്യൂ നമുക്ക് കിട്ടണം. ഇനി നോക്കൂ, a പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? a പ്ലസ് ബി എന്ന് പറയുന്നത് 7 ആണ്. 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49. അപ്പം a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ഈക്വൽ ടു 49. ഇനി a b യുടെ വാല്യൂ നമുക്കറിയാം എന്താണ്? 10 ആണ് അല്ലെ. അപ്പൊ 2ab എന്നുള്ളത് 2 into 10, 20 വരും. അപ്പൊ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 49 മൈനസ് 20, ദാറ്റ് ഈസ് 29 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷനിലെ a പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ വാല്യൂ നമുക്കറിയാം 49 വരും. 7 സ്ക്വയർ എന്ന് പറയുമ്പോൾ 49 വരും. a b യുടെ വാല്യൂ 10 ആണ്. അപ്പൊ 2 into 10 വരുമ്പോൾ 20 വരും. അപ്പൊ 49 മൈനസ് 20 ആണ് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ദാറ്റ് ഈസ് 29. ഓപ്ഷൻ എ. നെക്സ്റ്റ് നോക്കൂ. ദ മിനിമം ഐഗൺ വാല്യൂ ഓഫ് ദ മെട്രിക്സ് 3, 5, 2, 5, 12, 7, 2, 7, 5 ഈസ്. ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, 3x3 മെട്രിക്സ്. ഇതിന്റെ മിനിമം ഐഗൺ വാല്യൂ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 1, 0, 2, 4 എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ മിനിമം ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ഐഗൺ വാല്യൂ കണ്ടുപിടിക്കേണ്ടി വരും. അല്ലെങ്കിൽ നോക്കാം, നമുക്ക് ഇതിലെ പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് നോക്കാം. അതായത് പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഇറ്റ് ഈസ് ദ ഡിറ്റർമിനന്റ് ഓഫ് ദി ഗിവൺ മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ കുറെ ക്ലാസ്സിൽ ഡിറ്റർമിനന്റ് ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ വർക്ക്ഔട്ട് ചെയ്തിട്ടില്ല. ഡിറ്റർമിനന്റ് ഓഫ് ദിസ് മെട്രിക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈക്വൽ ടു 0 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0. നമുക്കറിയാം ഡിറ്റർമിനന്റ് ഓഫ് ഈ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദി ഐഗൺ വാല്യൂസ് ആണ്. ഓക്കെ, അപ്പൊ ഡിറ്റർമിനന്റ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദി ഐഗൺ വാല്യൂസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ ഐഗൺ വാല്യൂസിന്റെ പ്രോഡക്റ്റ് 0 ആവണമെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു ഐഗൺ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം അല്ലെ. ഏതെങ്കിലും ഒരു ഐഗൺ വാല്യൂ 0 ആണെങ്കിലാണ് പ്രോഡക്റ്റ് എന്താവുള്ളൂ? 0 ആവുള്ളൂ. ഓക്കെ, അപ്പൊ 0 എന്നുള്ളത് എന്തായിരിക്കും? ഈ മെട്രിക്സിന്റെ മസ്റ്റ് ബി ഐഗൺ വാല്യൂ ഓഫ് ദി ഗിവൺ മെട്രിക്സ്. 0 മസ്റ്റ് ബി ദ ഐഗൺ വാല്യൂ ഓഫ് ഗിവൺ മെട്രിക്സ് അല്ലെ. 0 ഈ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ ആണെങ്കിൽ മാത്രമാണ് അതിന്റെ പ്രോഡക്റ്റ് നമുക്ക് എന്ത് വരുള്ളൂ? 0 വരുള്ളൂ. ഓക്കെ, അപ്പൊ 0 എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഐഗൺ വാല്യൂ ആണ്. സോ നമുക്ക് മിനിമം പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. മിനിമം ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ടു 0 കിട്ടും. നമുക്കറിയാം ഡിറ്റർമിനന്റ് ഓഫ് ദി മെട്രിക്സ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദി ഐഗൺ വാല്യൂസ് ആണ്. സോ പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് 0 ആവണമെങ്കിൽ എന്ത് വേണം? അതിലൊരു ഐഗൺ വാല്യൂ എന്നുള്ളത് എന്തായാലും 0 ആയിരിക്കണം അല്ലെ. അപ്പൊ മിനിമം ഐഗൺ വാല്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് വരും? 0 ആയിട്ട് വരും. ഓപ്ഷൻ ബി ആണ് ആൻസർ കിട്ടുക. ഓക്കെ,
Next question നോക്കൂ. For the matrix 3 minus 2 2 0 minus 2 1 0 0 1 one of the eigenvalue is minus 2. Which of the following is the eigenvector? Okay, ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇത് എന്ത് മെട്രിക്സ് ആണ്? ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. സോ നമുക്ക് അപ്പൊ തന്നെ അതിന്റെ ഐഗൻ വാല്യൂസ് എടുത്ത് എഴുതാം. ഏതൊക്കെയാണ്? 3 minus 2 1 ആണ് അതിന്റെ ഐഗൻ വാല്യൂസ്. അവർ പറഞ്ഞിട്ടുണ്ട് വൺ ഓഫ് ദ ഐഗൻ വാല്യൂ is minus 2. ഒരു ഐഗൻ വാല്യൂ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? minus 2 ആണ് തന്നിട്ടുണ്ട്. Which of the following is eigenvector? ഇതിൽ ഏതാണ് ആ മെട്രിക്സിന്റെ ഐഗൻ വെക്ടർ ആയിട്ട് വരാന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഐഗൻ വെക്ടറിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ. ഐഗൻ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ നോൺ സീറോ വാല്യൂ ഓഫ് എക്സ് ഫോർ വിച്ച് എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് അല്ലെ. എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് ആവുന്ന എക്സിന്റെ നോൺ സീറോ വാല്യൂസിനെ നമ്മൾ ഐഗൻ വെക്ടർ എന്ന് പറയുന്നത്. ഇവിടെ ലാംഡയുടെ വാല്യൂ എന്താണ്? ഐഗൻ വാല്യൂ -2 അല്ലെ. അപ്പൊ എ എക്സ് ഈക്വൽ ടു -2x എന്നുള്ള ഫോമില് ഇതിൽ ഏത് മെട്രിക്സിനെയാണോ എ എക്സ് ഈക്വൽ ടു -2x എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുന്നത് അതായിരിക്കും അതിന്റെ ഐഗൻ വെക്ടർ. മനസ്സിലായോ? അപ്പോൾ ഇത്രയുള്ള ഐഗൻ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നോൺ സീറോ വാല്യൂസ് ഓഫ് എക്സ് ഫോർ വിച്ച് എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ്. എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് എന്നുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ നോൺ സീറോ വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഗൻ വെക്ടർ എന്ന് പറയുന്നത്. ഇവിടെ ലാംഡയുടെ വാല്യൂ -2 ആണ്. അപ്പൊ എ എക്സ് ഈക്വൽ ടു -2x കിട്ടണം. അതായത് എക്സ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുള്ള ഓരോ വെക്ടേഴ്സ് ആണ് എക്സ്. അപ്പൊ നമ്മൾ എ എക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എ എന്ന് പറയുന്നത് ഗിവൻ മെട്രിക്സ്, എക്സ് എന്നുള്ളത് ഓരോ ഓപ്ഷനിലും എടുത്ത് ചെയ്ത് നോക്കുക. ഈക്വൽ ടു -2 into x എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓക്കെ, ഇപ്പൊ ഇവിടെ ആദ്യത്തെ നോക്കൂ, a into x. എക്സ് എന്നുള്ളത് ഫസ്റ്റ് ഓപ്ഷൻ 3 -2 1 മൾട്ടിപ്ലൈ ചെയ്യുക. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക? 3 into 3 പ്ലസ് -2 into -2 പ്ലസ് 2 into 1 മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ബേസിക് ആയിട്ടുള്ളതാണ്, നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. 3 into 3 9 പ്ലസ് -2 into -2 4 പ്ലസ് 2 into 1. അപ്പൊ ആൻസർ എത്ര കിട്ടും? 15 കിട്ടും. ഇനി അടുത്തത് എന്താണ്? 0 into 3 plus -2 into -2 plus 1 1 into 1 that is 1, that is answer of 5 കിട്ടും. ഇനി അടുത്ത് നോക്കൂ, 0 into 3 plus 0 into -2 plus 1 into 1 equal to 1. അപ്പൊ 15 5 1 എന്നുള്ളതാണ് ആൻസർ കിട്ടുക. ഇതിന് നമുക്ക് -2 പുറത്തേക്ക് എടുത്തിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല അല്ലെ. -2 ഔട്ട് സൈഡ് എടുത്ത് -2 into 3 -2 1 എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ദിസ് ഈസ് നോട്ട് ആൻ ഐഗൻ വെക്ടർ. ഇതെന്തല്ല? ഐഗൻ വെക്ടർ അല്ല. ഓപ്ഷൻ എ തെറ്റാണെന്ന് കിട്ടും. ഇനി ഓപ്ഷൻ ബി നോക്കൂ, അതുപോലെ തന്നെ 3 -2 1 ഉള്ളിടത്ത് ഓപ്ഷൻ ബി നമുക്ക് എന്തെങ്കിലും 3 2 -1 3 2 -1 വെച്ചിട്ട് a into x മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ്? 3 -5 -1. ഇതിനെ നമുക്ക് ഏത് ഫോമിൽ എഴുതാൻ പറ്റില്ല? -2 into 3 2 -1 എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ എഴുതാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ആൻ ഐഗൻ വെക്ടർ. ഇനി അടുത്തത് നോക്കൂ, 3 -2 2 0 -2 1 0 0 1 into നെക്സ്റ്റ് x ഏതായിരുന്നു? 1 -2 3 മൾട്ടിപ്ലൈ ചെയ്യുക. ജസ്റ്റ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ്? 5 7 1. ഇതിനെ നമുക്ക് ഏത് ഫോമിൽ എഴുതാൻ പറ്റില്ല? -2 into 1 -2 3 എന്നുള്ള മെട്രിക്സ് ആയിട്ട് നമുക്ക് ഇതിനെയും എഴുതാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് നോട്ട് ആൻ ഐഗൻ വെക്ടർ. ഇനി ലാസ്റ്റ് ഓപ്ഷൻ നോക്കൂ, 3 -2 2 0 -2 1 0 0 1 into 2 5 0 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? -4 -10 0 എന്ന് കിട്ടുക അല്ലെ. ഇതിൽ നമുക്ക് -2 ഔട്ട് സൈഡ് എടുത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുക? -2 ഔട്ട് സൈഡ് എടുത്ത് കഴിഞ്ഞാൽ മെട്രിക്സ് 2 5 0 അല്ലെ. -2 into given മെട്രിക്സ് x എന്ന് കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് ഇത് ഏത് ഫോമിൽ കിട്ടിയത്? a into x equal to ഇവിടെ a എന്നുള്ള മെട്രിക്സ് ഇവിടെ x 2 5 0 a into x equal to നമുക്ക് എന്ത് കിട്ടി? -2 into x എന്നുള്ള നമുക്ക് റിലേഷൻ കിട്ടി അല്ലെ. a into x equal to -2x എന്നുള്ള ഈ റിലേഷൻ നമുക്ക് കിട്ടി. സോ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് ദ ഐഗൻ വെക്ടർ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരും. ഓക്കെ, if is an eigenvector of the matrix 1 -1 0 -1 2 -1 0 -2 1 then its eigenvalue is. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ ഐഗൻ വെക്ടറിന്റെ പ്രോബ്ലം തന്നു അല്ലെ. അതെന്തായിരുന്നു? മെട്രിക്സും ഐഗൻ വാല്യൂയും തന്നിട്ട് ഐഗൻ വെക്ടർ കണ്ടുപിടിക്കാനായിരുന്നു. ഇവിടെ നമുക്ക് ഓപ്പോസിറ്റ് ആവുന്നിരിക്കുന്നത്. എന്താണ്? ഐഗൻ വെക്ടർ തന്നിട്ടുണ്ട്, ഒരു മെട്രിക്സും തന്നിട്ടുണ്ട്, അതിന്റെ ഐഗൻ വെക്ടറും തന്നിട്ടുണ്ട്, ദെൻ അതിന്റെ കറസ്പോണ്ടിങ് ഐഗൻ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ഐഗൻ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് ഫോർ വിച്ച് എ
എക്സ് ഈക്വൽ ടു ലാംഡ എക്സ്. ഓക്കെ, അപ്പൊ എ എക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഈക്വൽ ടു ലാംഡ ഇൻറ്റു എക്സ് എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റണം. ആ ലാംഡയുടെ വാല്യൂ ആണ് ഐഗൻ വാല്യൂ ആയിട്ട് നമ്മൾ ഇവിടെ എടുത്ത് എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പം എ എക്സ് നോക്കൂ, എ എന്നുള്ളത് ഗിവൺ മെട്രിക്സ്, എക്സ് എന്നുള്ളത് ഗിവൺ ഐഗൻ വെക്ടർ. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് സെയിം വെക്ടറിന് കിട്ടിയത് അല്ലെ, എ എക്സ് ഈക്വൽ ടു ഇവിടെ നമുക്ക് സെയിം 1 0 -1 കിട്ടിയത്. സോ ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഈ മെട്രിക്സിനെ 1 ഇൻറ്റു 1 0 -1 എഴുതാം അല്ലെ. 1 എന്ന് പറഞ്ഞാല് 1 ഇൻറ്റു 1 0 -1. അപ്പൊ ഇത് ഏത് ഫോമിലായി, എ എക്സ് ഈക്വൽ ടു 1 ഇൻറ്റു എക്സ്. അപ്പൊ ലാംഡ ഈക്വൽ ടു എന്തായി ഇവിടെ, ലാംഡ ഈക്വൽ ടു 1. സോ ഐഗൻ വാല്യൂ ഈസ് ലാംഡ ഈക്വൽ ടു 1. മനസ്സിലായോ? അപ്പൊ എ എക്സ് ഈക്വൽ ടു എ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ആ മെട്രിക്സിനെ നമുക്ക് ലാംഡ ഇൻറ്റു എക്സ് എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റുവാണെങ്കിൽ ആ ലാംഡ അവിടെ എന്താ കിട്ടുന്നത്, അതാണ് അതിന്റെ ഐഗൻ വാല്യൂ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 1 ആണ് ആൻസർ കേട്ടോ, ഓപ്ഷൻ എ. ഇനി ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് കിട്ടിയത് മൾട്ടിപ്ലൈ ചെയ്തപ്പം 2 0 -2 ആണ് കിട്ടിയെന്ന് വിചാരിക്കുക. 2 0 -2 ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് 2 കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം അല്ലെ. 2 ഔട്ട് സൈഡ് എടുത്തിട്ട് അതിന് നമുക്ക് എങ്ങനെ എഴുതാം, 2 ഇൻറ്റു 1 0 -1 എഴുതാം. ഓക്കെ, അതായത് എ എക്സ് ഈക്വൽ ടു 2x എന്നുള്ള ഫോമിലായി. സോ അവിടെ ഏതായിരിക്കും, ലാംഡ ഈക്വൽ ടു എന്ത് കിട്ടും, 2. അപ്പൊ അവിടെ ലാംഡ ഈക്വൽ ടു 2 ആയിരിക്കും ആൻസർ കിട്ടുക. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് ആൻസർ, അപ്പൊ ഓപ്ഷൻ എ ഈക്വൽ ടു 1 ആണ് ഇവിടെ നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ.